പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ 22 വയസ്സുകാരനായ അലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. വനംവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. മുണ്ടൂർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടും വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയില്ല എന്നാരോപിച്ചും കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടും CPM മുണ്ടൂരിൽ നടത്തിയ ഹർത്താൽ അവസാനിച്ചു. 2 മണിവരെയായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഹർത്താലിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആനക്കല്ലിയിൽ ജീവനുകൾ നഷ്ടമാകുമ്പോഴും സർക്കാർ കൈമലർത്തുകയാണെന്നാരോപിച്ച് മുണ്ടൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ തടയാൻ സോളാർ ഫെൻസിംഗ് കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് BJP ഒലവക്കോട് DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് റോഡ് ഉപരോധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അമ്മ വിജിയുടെ ചികിത്സാ ചിലവുകൾ സർക്കാർ വഹിക്കും എന്ന ഉറപ്പ് ലഭിച്ച ശേഷമാണ് അലന്റെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധുക്കൾ സഹകരിച്ചത്.